ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, കഴിഞ്ഞൊരു രാത്രി നമ്മൾ യേശു ശിഷ്യന്മാരോട് ആഴത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടു, നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു. യേശു പറഞ്ഞത് കേട്ട് ആഴത്തിൽ വലയിട്ടതിന് ശേഷം വല നിറഞ്ഞ് അതൊന്ന് ഉയർത്താൻ പോലും പറ്റാതെ കൂടുള്ളവരെ വിളിച്ച് പ്രയാസപ്പെട്ട് കഴിഞ്ഞ് പത്രോസ്ലീഹ യേശുവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചു, ഞങ്ങൾ ഒത്തിരി തകർന്നവരാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു ഇവരോട് ആദ്യത്തെ നിയോഗം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. നമ്മൾ വായിച്ചു കേട്ടുള്ളതാണ് അല്ലേ? യേശു ശിഷ്യരോട് പറയുന്ന ആഴത്തിലേക്ക് വലയെറിയുക എന്ന് പറയുന്ന ഈ തിരുവചന ഭാഗത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നൊരു ഭാഗമാണ്. ഇന്നു മുതൽ മുക്കുവരായ മനുഷ്യരോടാണ് പറയുന്നത്, മീൻ പിടിച്ച് ഉപജീവിച്ചവരോടാണ് പറയുന്നത്. ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. മനുഷ്യരെ തൊടുന്നവരെന്നല്ല, സ്പർശിക്കുന്നവരെന്നല്ല, പിടിക്കുന്നവരാകും. സ്നേഹമുള്ളവരെ, മനുഷ്യൻ എന്ന് പറയുന്നൊരു വാക്ക് എത്രത്തോളം മുഴക്കമുള്ളതും ആഴമുള്ളതുമാണെന്ന് എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്കറിയാം. എന്തിനാണ് യേശു മുക്കുവരെ ഈ വചനപ്രഘോഷണ ശുശ്രൂഷ ഏൽപ്പിച്ചതെന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഉത്തരങ്ങൾ കിട്ടും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾക്കറിയാം. ഒരു പുഴയിലോ ഒരു ആറ്റിലോ ഒരു കടലിലോ മത്സ്യം എന്നൊരൊറ്റ ശീർഷകത്തിന്റെ കീഴിൽ എത്രയധികം മീനുകളാണുള്ളത്. പറഞ്ഞു വരുമ്പോൾ എല്ലാം മീനുകളാണ്. എത്രയധികം പുഴമീൻ, എത്രയധികം കടൽ മീന്, പല തരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് മുക്കുവരോട് യേശു പറയുമ്പം അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഉദ്ദേശം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെ അല്ലെന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു കാവ്യാത്മിക രീതി പറയുന്നതല്ല ഒരിക്കലും. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഈ നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന, ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ശരിക്കും ലോകത്തിൻ്റെ തന്നെ ഒരു സ്പെസിമനാണ്, വേൾഡ് കൾച്ചറിൻ്റെ ഒരു സ്പെസിമനാണ്. എത്ര തരം മനുഷ്യരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്? എനിക്കൊരു പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നൊരു നല്ലൊരു ക്രിസ്ത്യൻ ഹോംവർക്ക് എന്ന് പറയുന്നത്, നിങ്ങളൊരു പൊതു ഇടത്ത് പോയാൽ, ഇപ്പം നിങ്ങളൊരു എയർപോർട്ടിൽ ഇരിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിലോ മെട്രോയിലോ ഇരിക്കുന്നു, നിങ്ങളല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്ത്യൻ ഹോംവർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ മനുഷ്യരെ നോക്കുക എന്നുള്ളതാണ്. മനുഷ്യരെ നോക്കുക, ശ്രദ്ധയോടെ നോക്കുക. പറഞ്ഞു വരുമ്പം മനുഷ്യൻ എന്ന ഒറ്റ കൊടക്കീഴിൽ ഇവരെല്ലാം നിൽക്കുമെങ്കിലും എല്ലാവരും വ്യത്യസ്തരാണ്. ഒരു 8.1 ബില്യൺ, ഒരു 850 കോടിയിലധികം മനുഷ്യർ ഇന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രയും മനുഷ്യർ ഉൾപ്പെടുന്ന വിവിധ ഭാഷ, വിവിധ സംസ്കാരം, വിവിധ മതം, വിവിധ ജീവിത രീതിയിലെല്ലാം ആരെങ്കിലുമൊക്കെ ഒരാൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. നിങ്ങൾ ജോലി സ്ഥലത്തോ യാത്രയിലോ നിങ്ങൾ അവരെ കാണുന്നുണ്ട്. മനുഷ്യരെ കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. സ്നേഹമുള്ളവരെ, പെന്തിക്കോസ്തിയുടെ അനുഭവത്തിലൊക്കെ വരുന്നതിന് മുമ്പ് യേശു പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ മനുഷ്യരുടെ പ്രത്യേകതകൾ? അതിനെപ്പറ്റി ഒരു 4 ചിന്തകളിൽ കൂടെ നമുക്ക് കടന്നു പോകാം. അതിനു മുമ്പ് ആരംഭമായിട്ട് ഈ മനുഷ്യരെങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്, മനുഷ്യർ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഭാഷകളിലാണ്. ഈ ഒരു ദേശത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ ഭാഷയുടെ പ്രാധാന്യവും അതിൻ്റെ പ്രയാസങ്ങളും നിങ്ങൾക്കറിയാം. ഒരു 7000-ത്തിലധികം ഭാഷകൾ നമ്മുടെ ലോകത്തുണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യർ ഭാഷയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, മനുഷ്യർ വേഷവിധാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശരീരം മുഴുവൻ മറച്ച് വസ്ത്രം ധരിക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുമ്പോൾ അത്രയും പോലും വേണ്ട, ആവശ്യത്തിന് മതിയെന്ന് ചിന്തിക്കുന്ന വേറൊരു വിഭാഗം. വസ്ത്രങ്ങളിൽ ഇവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇവർ ആഹാരങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു ഫുഡ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ ആഹാര രീതി തന്നെ ഒന്ന് എടുത്തു നോക്ക്. അവർ കടന്നു വന്ന വഴികൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെ വന്ന ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ചൈനക്കാരെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചൊരു കാര്യമാണ്, അവർ കണ്ണി കാണുന്ന എല്ലാത്തിനെയും കഴിക്കുന്നവരാണ്. എലിയെന്നോ പാമ്പെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ ഇല്ലാതെ ആഹരിക്കുന്നതാണ്. നിങ്ങൾ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ ഫലിതമൊക്കെ നിങ്ങൾ ഓർക്കുമായിരിക്കും. ആദമും ഹവ്വയും ഒരു ചൈനക്കാരായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ കുഴപ്പത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. പഴം പറിച്ച് തിന്നാൻ പറയുന്ന പാമ്പിനെ അന്നേരം തന്നെ അവർ ചുട്ടു തിന്നേനെ. നമ്മളിത് തമാശയ്ക്ക് പറയുന്നുവെങ്കിലും ഈ ഒരു ജനത, ചൈനീസ് മനുഷ്യർ, ഇവരെങ്ങനെ ഇങ്ങനായി എന്നുള്ളതിനെ പറ്റി ഒരു ചരിത്ര പാഠമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും.
ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ധാന്യങ്ങളും പഴങ്ങളും മനുഷ്യര് കഴിക്കാൻ കൊള്ളാവുന്ന ആഹാരങ്ങളും കിട്ടിക്കൊണ്ടിരുന്നൊരു കാലത്ത് യുദ്ധം കൊണ്ടോ അതിൻ്റെ ഉള്ളിൽ നടന്ന ശീതയുദ്ധം കൊണ്ടോ ഈ ധാന്യങ്ങളോ ആഹാരങ്ങളോ ഇവർക്ക് കിട്ടാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവർ പ്രദേശത്തെ മുഴുവൻ മനുഷ്യർക്കും കൊടും പട്ടിണിയിൽ മക്കള് വാവിട്ട് കരയുമ്പോഴാണ് ഈ അമ്മമാര് പ്രാണികളെ ചുടാനും എലികളെ പിടിക്കാനും മൃഗങ്ങളുടെ പിന്നാലെയും പോയത്. വെറും ഒരു ഫാന്റസി അല്ല ഇവരുടെ ഈ ആഹാരം എന്ന് പറയുന്നത്. കാലം ഒത്തിരി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കഴിക്കുമെന്ന് പറയുമ്പോഴും കൊടും പട്ടിണിയിൽ എന്ത് തിന്നാലൊക്കുമെന്ന് ചിന്തിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഞാനിത് പറഞ്ഞു വരുമ്പോൾ മനുഷ്യരാണ്, പക്ഷേ എത്രത്തോളം വ്യത്യസ്തരാണ് സ്നേഹമുള്ളവരെ. ഇവർ ഭാഷയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, വേഷത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ആഹാരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇവർ മതങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടില് UP പ്രയാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കുംഭമേള നടന്നിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു കുംഭമേളയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുന്നുണ്ട് നമ്മുടെ മധ്യപ്രദേശ് ദേവാസ് ഉജ്ജയിൻ ഭാഗത്തൊക്കെ. നിങ്ങൾ TV-യിലെങ്കിലും ഈ ഒരു കുംഭമേളയുടെ ഒരു ലൈവോ വാർത്തയോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് എത്ര വ്യത്യസ്തരാണ് ഈ മനുഷ്യര്, എത്ര വ്യത്യസ്തരാ മനുഷ്യരിങ്ങനെ ഒഴുകി ഒഴുകി വരുന്നൊരു ഭാഗമാണ്. ഹജ്ജിന്റെ സമയത്ത് മക്കയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, കാബയ്ക്ക് ചുറ്റുന്ന എത്രയോ കോടാനുകോടി മനുഷ്യരാണ്. ഒരു ശൈത്താന് കല്ലെറിയാൻ വേണ്ടി വരുന്നു, വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്നു. കുറെ കൂടെ മനുഷ്യന്റെ വൈവിധ്യത്തെ പറ്റി ചിന്തിച്ചാൽ നിങ്ങൾ ഈ ആൻഡമാൻ നിക്കോബർ ഐലൻഡിലുള്ളൊരു സെന്റിനൽ ദ്വീപിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെന്റിനൽ ഐലൻഡ് ഇന്നും ലോകത്ത് ഞങ്ങളല്ലാതെ വേറെ മനുഷ്യരില്ലെന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള കാട്ടുമനുഷ്യര് ആ ഐലൻഡിലുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് ഈ പള്ളിക്കകത്ത് വന്നിരിക്കുമ്പം എന്നെ പോലുള്ളവരോ എൻ്റെ അഭിരുചിയുള്ളവരോ എൻ്റെ ടേസ്റ്റ് ഉള്ളവരോ ആണ് ഈ ലോകത്തുള്ളതെന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് ഒരിക്കലും വരരുത് സ്നേഹമുള്ളവർ. പ്രത്യേകിച്ച് പെന്തക്കോസ്തിയുടെ ഈ തലേസന്ധ്യ നാളത്തെ ഏവെങ്കിലുമൊക്കെ വായിക്കുമ്പം നിങ്ങൾക്കറിയാം, ശ്ലീഹന്മാര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുമ്പം അവിടെ കൂടി നിൽക്കുന്ന ഏകദേശം ഒരു 3000-ഓളം വരുന്ന മനുഷ്യര് ഒറ്റ ജാതിപ്പെട്ട ആൾക്കാരല്ല. നിങ്ങൾ അപ്പസ്തോല പ്രവൃത്തിയിൽ 2-ാം അധ്യായം വായിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട്, നമ്മൾ അറബികളാണ്, നമ്മൾ മേദ്യരാണ്, നമ്മൾ പാർസികളാണ്, പല മനുഷ്യരാണ്. പല മനുഷ്യരുടെ മീതെ പരിശുദ്ധാത്മാവ് വന്ന ഒരു ദിവസം കൂടാണ് നാളെ. പല മനുഷ്യരുടെ മീതെ യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന ഒരു ഇന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ആന്ത്രപ്പോളജിസ്റ്റിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ജൂതനാണ്. സാപ്പിയൻസ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം തീർച്ചയായും നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ഇത്രത്തോളം ആഴമുള്ള മനുഷ്യർ, ഇവരെ എങ്ങനെയാണ് ശ്ലീഹന്മാർ പിടിച്ചത്? ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. മനുഷ്യരുടെ കുറച്ചുകൂടെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ, ഈ മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ പിടിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്ന, തൊടാൻ വേണ്ടി ഇറങ്ങിച്ചെന്ന മനുഷ്യരുടെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മനുഷ്യര് ശരീരത്തിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, ഇന്നത്തെ ഒരു ജനറേഷനിലെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി ഒരു വെളിച്ചമുണ്ട്. മനുഷ്യരെങ്ങനെ ശരീരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കൊക്കെ അറിയാം. നിങ്ങൾ നാട്ടിലൊരു സ്കൂളിലോ ജോലിക്കോ കോളേജിലോ ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ മെയിലെന്നോ ഫീമെയിലോ എന്നുള്ള 2 കോളം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം നിങ്ങൾ കുറച്ചുകൂടെ മുതിർന്ന കാലം പോയപ്പോൾ അതേഴ്സ് എന്ന് പറയുന്ന ഒരു കോളം കൂടെ വന്നു. ഇന്ന് വേറൊരു വാക്കാണ് LGBTQ+. നിങ്ങൾക്കറിയാം എന്താന്ന്. പക്ഷെ എത്രത്തോളം നമ്മൾ അതിനെപ്പറ്റി അവബോധം ഉണ്ടെന്നുള്ള കാര്യം ചോദിച്ചാൽ നമ്മൾ വളരെ പരിമിതരായ മനുഷ്യരാണ്. എത്ര തരം മനുഷ്യരാണ്. ഒരു പുഴയിലോ കായലിലോ കടലിലോ മത്സ്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യജാതി 2 ഉള്ളൂ, ആണെന്നും പെണ്ണെന്നും ഒക്കെ പറയുന്ന കാലം കഴിഞ്ഞു. പ്രത്യേകിച്ച് കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹമൊക്കെ ഒരു മാതൃവാത്സല്യത്തോടെ ഈ ഗണം മനുഷ്യരെ ചേർത്ത് പിടിച്ചവരാണ്. ഒരിക്കലും ഒറ്റ വാക്കിൽ ഇവരെ നിന്ദിക്കാൻ വേണ്ടി നമ്മൾ നാവ് ഒരുവിടുമ്പോൾ എൻ്റെ സ്നേഹമുള്ളവർ നിങ്ങൾ കരുതണം, തൻ്റേതല്ലാത്ത കാരണം കൊണ്ട്, ശരീരത്തിന്റെ ക്രമം കെട്ട ഹോർമോൺ വ്യതിയാനം കൊണ്ട് സമൂഹത്തിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന അനേക മനുഷ്യരുണ്ട്. LGBTQ+ എന്നാണ് പറയുന്നത്. കാരണം ഇനിയും വരും. ഇതിങ്ങനെ നിർക്കാതെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. നോൺ ബൈനറി ഇൻഡിവിജ്വൽസ് എന്നൊക്കെ പറയുന്ന ചില ഗണം മനുഷ്യരുണ്ട്. സ്വന്തം ഉണ്മ എന്താണ്, ഞാൻ ആണാണോ ഞാൻ പെണ്ണാണോ ഇതുപോലെ അറിയാൻ വയ്യാത്ത മനുഷ്യർ ഞെരുങ്ങുകയാണ് നമ്മുടെ നാട്ടിലെ. മനുഷ്യരുടെ സങ്കടങ്ങൾ എന്ന് പറയുമ്പം ജോലി ഇല്ലാത്തതോ നാട്ടിലോട്ട് പൈസ അയക്കാൻ ഇല്ലാത്തതോ മാത്രമല്ല കേട്ടോ. ജെൻഡർ ഫ്ലൂയിഡാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ജെൻഡർ ഫ്ലൂയിഡാലിറ്റി,
ഒരു ദിവസം ഒരാൾക്ക് തോന്നുന്നു ഞാൻ പുരുഷനാണ്, ശരിയാണ്. പിറ്റേ ദിവസം ഇവന് തോന്നുന്നത് ഞാൻ സ്ത്രീയാണെന്നാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായിട്ട് പോലും നിങ്ങൾക്ക് തോന്നരുത്. ജെൻഡർ ഫ്ലൂയിഡാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യരനുഭവിക്കുന്ന ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് നിങ്ങൾ നോർത്തിലോട്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു വളയിട്ട ഒരു കയ്യടി ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന പോലെ നടിക്കുന്നവരാണ്. അടുത്ത് വന്നാൽ കാശ് ചോദിക്കും, നമ്മളെ ചിലപ്പോൾ ഉപദ്രവിച്ചെന്നിരിക്കും, നമ്മളെ അനുഗ്രഹിച്ചെന്നിരിക്കും. ഹിജടകൾ വരും, ഹിജടകൾ നിങ്ങൾക്കറിയാം. സമീപകാലത്ത് ഈ ഹിജടകൾ എന്ന് പറയുന്ന മനുഷ്യരെ പറ്റി നടന്ന പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരിൽ ഒരു 70% പേരും കേരളത്തിൽ നിന്നുള്ള മലയാളികളാണ്. അത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഒരു ജനിതകമായ അവസ്ഥയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളെ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സമൂഹമാണ് നമ്മളെന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ കയറി ഇങ്ങനെ കൈയടിച്ച് നമ്മളെടുക്ക വന്നവരാണ് ചിന്തിക്കരുത്. അവരെ ഉൾക്കൊള്ളാൻ ഇന്നും നമ്മൾ വളർന്നിട്ടില്ല. ഞാൻ ഈ പെന്തക്കോസ്തിയുടെ തലേന്ന് ഈ ഒരു GCC രാജ്യത്ത് നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊന്നിനും വേണ്ടിയല്ല, അവരെ നിന്ദിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഹിജഡ എന്ന് പറയുന്ന ഒരാൾ മരിച്ചാൽ അവരെ അടക്കുന്നതിൻ്റെയൊക്കെ ഒരു രീതി ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മരിച്ചു കിടക്കുന്ന ഹിജഡയുടെ മുഖത്ത് തുപ്പി തല്ലി മണ്ണ് വാരി എറിഞ്ഞ് വിവസ്ത്രയാക്കി കാലെ വലിച്ചുകൊണ്ടാണ് ഈ അടക്കാൻ കൊണ്ടുപോകുന്നത്. ഒരു ഹിജഡ മരിച്ചാലുള്ള കാര്യമാണ്. എന്നിട്ട് അവരെ കുഴിച്ചിടുന്ന കുഴിമാടത്തിലേക്ക് ഇട്ടിട്ട് വീണ്ടും പരിഹസിച്ച് തുപ്പുമ്പം ഇവർ പറയുന്ന ഉച്ചത്തി പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഇനി മേലാൽ ഇതുപോലൊരു ജന്മം ജനിക്കാതിരിക്കട്ടെ. എന്തൊരു അവസ്ഥയാണ് സ്നേഹമുള്ളവരെ. നമ്മൾ ഇത്തരം മനുഷ്യന്റെ ശരീര അവസ്ഥകളുടെ വ്യത്യാസങ്ങളെ കൂടെ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. അന്നേരം മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ആഴവും പരപ്പുമുള്ളൊരു കടലാണ്. അതിൽ ശരീരത്തിൽ ഇവരെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഭാഷയെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, സംസ്കാരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായൊരു വാക്ക് നമ്മുടെ സമീപകാലത്തെ മലയാള സാഹിത്യത്തിൽ വന്നിട്ടുണ്ട്. മനുഷ്യന്റെ അകം എന്ന് പറയുന്ന ഒരു വാക്ക്. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അകം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഇന്നർ കോറെന്നോ ഇന്നർ ഡെപ്ത് എന്നോ ഒക്കെ പറയുന്ന ഒരു വാക്കാണ്. ഏതൊരു വസ്തുവിനും അകത്താണ് അതിൻ്റെ ഏറ്റവും നന്മയിരിക്കുന്നത്. നിങ്ങളൊക്കെ അടുക്കളയിൽ പണിയുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊരു പച്ചക്കറി എടുക്കുന്നു, നിങ്ങളൊരു പഴവർഗ്ഗങ്ങൾ എടുക്കുന്നു, അല്ല എന്തുമായിക്കൊള്ളട്ടെ, ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാശാരി ഒരു തടി അറുത്ത് വീട്ടു സാമാനങ്ങൾ പണിയാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഉള്ളിലെ കാതൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ്. ഉള്ളില് എന്തോ ഉണ്ട്, എല്ലാ സൃഷ്ടിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ അകം ഏറ്റവും വിസ്മയനീയമായ ഒന്നാണ്. ഇന്നത്തെ സന്ധ്യയ്ക്ക് നമ്മളെടുത്ത വേദചിന്തയ്ക്ക് നമ്മൾ കൊടുത്തൊരു വാക്കാണ് ഈ മനുഷ്യ ആഴങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്തൊരു കുഞ്ഞു വാക്കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നർ യൂണിവേഴ്സ്. ഇതൊരിക്കലും ഞാൻ പറഞ്ഞതോ ഇവിടുത്തെ ചുമതലപ്പെട്ടവർ പറഞ്ഞ വാക്കല്ല. നമ്മുടെ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിലെ ബേസിക് വാക്കാണ്. ആന്തരിക പ്രപഞ്ചം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. മനുഷ്യന്റെ ഉള്ളറകൾ, മനുഷ്യന്റെ അകം, അത് അവന് പോലും അറിയാൻ പറ്റാത്തത്ര വിശാലമാണ്. ഇന്നർ വേൾഡ് എന്നല്ല പറയുന്നത്, ഇന്നർ യൂണിവേഴ്സ് ആണ്. പരന്ന് കിടക്കുകയാണ്. മനുഷ്യന്റെ അകത്ത് എന്താണുള്ളത്? നിങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക്, മൂക്കിലേക്ക് ശ്വാസം ഊതുന്നു. ശ്വാസം എന്ന് പറയുന്നത് റൂഹായാണ്, ആത്മാവാണ്, ദൈവമാണെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്, അകത്തുണ്ട്. മനുഷ്യന്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ചൈതന്യം, ഒരു ഈശ്വര ചൈതന്യം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ അറിയാം. നമ്മുടെ നാട്ടില് പത്തനംതിട്ട ജില്ലയില് കാടിന്റെ നടുക്കുള്ള ക്ഷേത്രം നിങ്ങൾക്കറിയാം. സീസൺ ആവുമ്പം കറുപ്പണിഞ്ഞ് ഇരുമുടിക്കെട്ട് തലയെ കെട്ടി കോടമഞ്ഞിനെ വകവെക്കാതെ പമ്പ നദിയിൽ തണുപ്പത്ത് കുളിച്ച് കയറി ഇവർ ഈ പടികൾ ചവിട്ടി കാട് താണ്ടി വന്യമൃഗങ്ങളെ താണ്ടി ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പം ഒരു കുഞ്ഞ് വിസ്മയം അവരെ കാത്തിരിപ്പുണ്ട്. എന്താണ്? അതിന്റെ നടക്കിലൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, തത്വമസി. ഇത്രയും വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടെടുത്ത് തണുപ്പത്ത് കുളിച്ച് വ്രതം നോറ്റി മല കയറി നീ ആരെ അന്വേഷിച്ചു വന്നോ അതെവിടെ ഉണ്ട്? നിന്റെ ഉള്ളിലുണ്ട്. നീ തപ്പി വന്ന ഈശ്വര ചൈതന്യം നിന്റെ ഉള്ളിലുണ്ട്.
അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള വാക്ക് എന്നെക്കാട്ടിലും നല്ലതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ഈ ശ്രീ ശങ്കരാചാര്യർ എന്ന് പറയുന്നത്. ഭാരതം മുഴുവൻ സഞ്ചരിച്ച ആളാണ്. അദ്ദേഹം കൊടുത്ത ഏറ്റവും മനോഹരമായൊരു വാക്കാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്വൈതം രണ്ടല്ല, അതായത് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല. ഇതിനെ ഒന്നിപ്പിക്കുന്ന ഒരു ചൈതന്യം സൃഷ്ടിയുടെ മീതെയുണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി അല്പമെങ്കിലും വെളിച്ചം കിട്ടിയ ലോകത്തെ എല്ലാ മിസ്റ്റിക് മതങ്ങൾക്ക് ഈ ചിന്തയുണ്ട്, സ്നേഹമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ എതിര് വരുന്ന ഒരുവനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വന്ദിക്കുന്ന രീതി, ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ കോളനിവൽക്കരണം നമുക്ക് കൊണ്ടുവന്നതാണ്. നമ്മുടെ പൂർവികർ പരസ്പരം കണ്ടാൽ ചെയ്യുന്നത് കരങ്ങൾ കൂപ്പി നമസ്തേ പറയും. എൻ്റെ ഉള്ളിലെ ചൈതന്യം നിന്റെ ഉള്ളിലെ ചൈതന്യത്തെ വന്ദിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ മനോഹരമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനാണ് ബഷീർ എന്ന് എനിക്കറിയാം. ഈസിയാണ് ബഷീറിനെ വായിക്കാൻ. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. ബഷീറിന്റെ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു നല്ല പുസ്തകമാണ് ഈ അനർഘ നിമിഷങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ബഷീറിന്റെ. അനർഘ നിമിഷങ്ങളിൽ ബഷീർ ഒരു സൂഫി സന്യാസിയെ പറ്റി പറയുന്നുണ്ട്. സൂഫിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇസ്ലാമിലെ ഒരു മനോഹരമായ സെക്റ്റാണ്. മൻസൂർ അൽ ഹല്ലാജ് എന്ന് പറയുന്ന ഒരു സൂഫി ഉണ്ടായിരുന്നു, മൻസൂർ അൽ ഹല്ലാജ്. മൻസൂർ അൽ ഹല്ലാജിനെ അന്നത്തെ കാലത്തെ ഭരണ നേതൃത്വം കൊന്ന് പുഴയിൽ താഴ്ത്തുകയാണ് ചെയ്തത്. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? ഈ മൻസൂർ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു അറബി വാക്ക് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്ത് അറബി വാക്കാണെന്നറിയാമോ? അനൽ ഹക്ക് എന്ന് പറയുന്ന ഒരു വാക്ക്. അനൽ ഹക്ക്. അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കേട്ട തത്വമസി എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് അറബിക് ഇക്വലന്റ് ആണ് അനൽ ഹക്ക്. ഞാൻ സത്യമാകുന്നു. ഇസ്ലാം വിശ്വാസികൾക്ക്, സൂഫികൾക്കൊന്നും ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് അയാൾ കൊല്ലപ്പെട്ടത്. പക്ഷേ മലയാള ഭാഷയ്ക്ക്, ഭാരതത്തിന്, മലയാളികൾക്ക് ബഷീർ ഈ ഒരു വാക്കും ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പം ഒന്നുകൂടി ഇത് ഊട്ടി ഉറപ്പിക്കുകയാണ്. എന്ത്? എൻ്റെയും നിന്റെയും ഉള്ളിൽ ഭാഷ പലതായിക്കൊള്ളട്ടെ, വംശം പലതായിക്കൊള്ളട്ടെ, വർഗം പലതായിക്കൊള്ളട്ടെ, എൻ്റെയും നിന്റെ ഉള്ളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ഒരു ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. അതാണ് ഈ അകം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. മനുഷ്യന്റെ അകത്ത് പിന്നെ എന്താണുള്ളത്? മനുഷ്യന്റെ അകത്ത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മനുഷ്യന്റെ ഉള്ളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്നറിയും മനസ്സെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ മനസ്സും അതിൻ്റെ വ്യാപാരങ്ങളും ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത ചുരുങ്ങിയ ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഭാരതീയരാണ്. മനസ്സിൻ്റെ കളികൾ നിസ്സാരമല്ല, സ്നേഹമുള്ളവർ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ തന്നെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും മനസ്സ് കൈവിട്ടു പോയാൽ എല്ലാം പോയി. നിങ്ങൾക്ക് ഒന്നും കയ്യിലില്ലെങ്കിലും, നിങ്ങൾ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നെങ്കിലും, ശരീരത്തിന് രോഗമുണ്ടെങ്കിൽ പോലും മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ യു ആർ റിച്ച്, നിങ്ങൾ സമ്പന്നരാണ്. ഈ സമനില എന്ന് പറയുന്ന ഒരു കാര്യം, സ്നേഹമുള്ളവർ, അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കവർ തമാശയാണ്, കോമഡിയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനപ്പെട്ട ടൗണിലോ സിറ്റിയിലോ ആള് കൂടുന്നിടത്ത് തലയ്ക്ക് സുഖമില്ലാത്തൊരു മനുഷ്യനും കൂടെ കാണും. എല്ലാ ടൗണിലും കാണും. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾ നോക്കിക്കോ, സന്ധ്യയ്ക്ക് എറണാകുളത്തെ ഒരു സിറ്റിയിലോ, നിങ്ങൾ ജീവിക്കുന്ന ഒരു കോട്ടയം ടൗണിലോ ആലപ്പുഴയിലോ 10 ആള് കൂടുന്ന ഒരു ടൗണിൽ നിങ്ങൾ ചെന്ന് നോക്ക്. കുളിക്കാതെ, ആഹാരം കഴിക്കാതെ, മുടി പറത്തി, വസ്ത്രം പോലും ധരിക്കാനില്ലാതെ നിലവിളിച്ച് പിച്ചും പേയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് പരിഹാസമാണ് ഇവരെ കാണുമ്പം. അവസ്ഥയാണ് സ്നേഹമുള്ളവരെ. നമുക്ക് ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനുഷ്യർക്ക് സമനിലകൾക്ക് കോട്ടം വരുന്നുണ്ട്. പക്ഷേ ഒരു സൈക്കാട്രി ഡോക്ടറെയൊക്കെ ഞാൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് പരിഹാസമാണ് അവരോട്. ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഒരു നെഫ്രോളജിസ്റ്റിനെയോ ഒരു ന്യൂറോളജിസ്റ്റിനെയോ കാണാൻ പോകുന്ന ലാഘവത്തോടെ പാശ്ചാത്യ സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നുണ്ട്. അവർക്കറിയാം മനസ്സിന് കുഴപ്പം വന്നാൽ, താളപ്പിഴ വന്നാൽ എല്ലാം കഴിഞ്ഞു എന്നറിയാം. ഷിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ നിങ്ങൾക്കറിയാം. കാണാത്തത് കണ്ടു എന്ന് പറയും, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയും. അങ്ങനത്തെ മനുഷ്യരില്ലേ നമ്മുടെ ഇടയിൽ? നിശ്ചയമായിട്ടും ഉണ്ട്. ചില വീട്ടിലൊക്കെ താമസിക്കാൻ ചെല്ലുമ്പോൾ, ഞാൻ ഇന്ന് രാത്രിയിൽ എന്തോ ഒന്നിനെ കണ്ടു, ഞാൻ എന്തോ ഒന്ന് കേട്ടു, എല്ലാം ഒന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതല്ല. ഇത് രോഗാവസ്ഥയാണ്, ഷിസോഫ്രീനിയ. നമ്മുടെ നാട്ടിൽ എത്രയോ ദമ്പതികൾ ഈ കടുത്ത
സംശയരോഗത്തിൽപ്പെട്ട് ഞെരുങ്ങുന്നുണ്ടെന്നറിയാമോ? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ജീവിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒത്തല്ലോ സിൻഡ്രം എന്ന് പറയുന്ന ഒരു കടുത്ത സൈക്കാട്രി അവസ്ഥയാണ് ഈ സംശയരോഗം. വ്യക്തിത്വ പേഴ്സണാലിറ്റി ഡിഫക്റ്റ് അല്ല അതൊരിക്കലും, അതൊരു അവസ്ഥയാണ്. തലച്ചോറിന് വന്നൊരു കേടാണത്. സസ്പീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നതല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പള്ളി പൊതുയോഗമോ കമ്മിറ്റിയോ ഒക്കെ നടക്കുമ്പം, അല്ലെ പള്ളിയുടെ കാര്യം പോട്ടെ, ഏതെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്നൊരു സ്ഥലത്തൊരു മീറ്റിങ്ങോ പൊതുയോഗങ്ങളോ നടക്കുമ്പോൾ ഒരു കാര്യവും ഇല്ലാതെ എഴുന്നേറ്റ് വഴക്കിന് വരികയോ തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുകയോ ചെയ്യുന്ന ആൾക്കാരില്ലേ? നീ അങ്ങനാണ് ഉദ്ദേശിച്ചത്, നീ എന്നെ കുത്തിക്കൊണ്ട് പറഞ്ഞതാണ്, നീ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണ്. ഇതൊരിക്കലും അഹങ്കാരമല്ല കേട്ടോ. സൈക്കാട്രിയിലൊക്കെ ഇതിന് വ്യക്തമായ പേരുകളുണ്ട്. സസ്പീഷ്യസ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അവർക്ക് പോലും അറിയാതെ അവരനുഭവിക്കുന്ന രോഗാവസ്ഥയാണ്. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ വാഹനം ഓടിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നിങ്ങൾ സൈഡ് മിറർ നോക്കി വാഹനം മുൻപോട്ട് പോയി മറ്റു വാഹനം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ അടുത്ത് വരുന്ന വാഹനങ്ങളെ, ഏറ്റവും അടുത്ത് വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. പല മനുഷ്യരുടെ അവസ്ഥ ഇതാണ്. ഇവരനുഭവിക്കുന്ന മാനസിക വേദനകൾ സ്വയം അറിയാൻ പോലും പറ്റാത്ത മനുഷ്യർ നമുക്കിടയിലുണ്ട്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള മനുഷ്യരെ പിടിക്കാനാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. ആഴത്തിലേക്ക് വലയിട്ടു, വല നിറച്ച് മീൻ കിട്ടി, സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അടുത്ത വരി പറയുന്നത് ആ വല അവിടെ വെച്ചേച്ച് ഇങ്ങ് പോരാനാണ്. എങ്ങോട്ട് വരാനാണ്? മനുഷ്യരെ പിടിക്കണം, മനുഷ്യരെ പിടിക്കണം. ഈ മീനെന്നുള്ള, മത്സ്യം എന്നുള്ള ഒരൊറ്റ വാക്കിന്റെ താഴെ എനിക്കൊന്നൊരു 33,000-ഓളം തരം മത്സ്യങ്ങളുണ്ട്. പുഴമീൻ, കായൽ മീൻ, കടൽ മീൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരുമിച്ച് നിർത്തുന്ന മത്സ്യത്തിന്റെ ഒരു കോമൺ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മത്സ്യങ്ങൾക്ക് ഈ നട്ടെല്ലുണ്ടെന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു സ്പൈനിന്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഏത് മീൻ, നമ്മളതിനെ മീൻമുള്ളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, 1000 കണക്കിന് വ്യത്യസ്തമായ മത്സ്യങ്ങൾക്കുള്ള ഒരു കോമൺ ഫാക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഇന്ന് 850 കോടിയിലധികം മനുഷ്യരുണ്ടെങ്കിൽ, അവർ പലതരം ഭാഷകളിൽപ്പെട്ടവരാണെങ്കിൽ, പലതരം വർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ, സംസ്കാരത്തിൽപ്പെട്ടവരാണെങ്കിൽ, ഈ മനുഷ്യരെല്ലാം ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട്. ഇതെന്താണെന്നറിയാമോ? അതിൻ്റെ പേരാണ് ദുഃഖം, സങ്കടം. ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കും രാജ്യത്തിൻ്റെ അതിർത്തികൾക്കും അപ്പുറം എല്ലാ മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് കെട്ടി നിർത്തുന്ന വെള്ളി നൂലിൻ്റെ പേരാണ് ദുഃഖം. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ തന്നെ ഒരു സ്നേഹിതൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, അതായത് നമ്മൾ ഈ ഇന്നത്തെ ഗ്രിഗോറിയം ചാൻറ്റിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവരിങ്ങനെ ഗൂഗിൾ ഫോമൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ കൈ കാണും. എല്ലാവരും ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തു, കുറേ പേരൊക്കെ എഴുതി കൊടുത്തു. എന്താണ്? എല്ലാവർക്കും സങ്കടങ്ങളാണെന്നേ. ഒന്നുകിൽ രോഗം, അല്ലെങ്കിൽ മറ്റ് ഞെരുക്കം, അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ, പ്രയാസങ്ങൾ. ഇതില്ലാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ മലയാളം ബൈബിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബൈബിൾ സൊസൈറ്റിയുടെയാണ്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതിനകത്ത് പ്രെയർ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഐക്കൺ ഉണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ അറിയാം, 1000 പ്രെയർ റിക്വസ്റ്റാണ് ഒരു മിനിറ്റിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരം മനുഷ്യരുടെ ആവശ്യങ്ങളാണ്. മനുഷ്യരുടെ എല്ലാം ഒരൊറ്റ കോമൺ ഫാക്ട് ഇതാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നു നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേട്ടത്തിലെത്തിയ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗഖ്യം കിട്ടിയ, സമാധാനം കിട്ടും. പക്ഷേ അല്ല. ഞാൻ ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് എടുക്കരുത്. എന്ത് നേടിയാലും, എത്ര സുഖകരമായ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേർന്നാലും, പരിഹരിക്കാൻ പറ്റാത്ത ഒരു ദുഃഖത്തിൻ്റെ നേർത്ത വര നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തട്ടി കിടപ്പുണ്ട്. സത്യമാണത്. ഏറ്റവും അടിത്തട്ടി കിടപ്പുണ്ട്. മനുഷ്യരനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്തൊക്കെയാണ് സ്നേഹമുള്ളവരെ? നിങ്ങൾ ആടുജീവിതം എന്ന് പറയുന്നൊരു പുസ്തകം എന്നെക്കാട്ടിലും പല ആവർത്തി നിങ്ങൾ വായിച്ചിട്ടുള്ളതാവും. അത് എഴുതിയതിൻ്റെ അവസാനം ബെന്യാമീൻ ആ കഥയുടെ ഏറ്റവും അവസാനം പറയുന്നൊരു വാക്ക് ഏറ്റവും പ്രസിദ്ധമാണ്. എന്താണ്? നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. വളരെ സത്യമാണ് കേട്ടോ. നിങ്ങൾ മനുഷ്യരോട് സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും ദൈവമേ നമുക്ക് തോന്നി, ഇവൻ ശരിക്കും എന്തെങ്കിലും ഈ ഉണ്ടാക്കി പറയുന്നതാണോ, ഇത്രയൊക്കെ ഇവൻ അനുഭവിക്കുന്നുണ്ടോ? മനുഷ്യർ വളരെ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് സ്നേഹമുള്ളവർ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴോ, ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോഴോ, ഒരു തിരക്കേറിയ മെട്രോയിൽ ഇരിക്കുമ്പോഴോ ഫോൺ മാറ്റി വെച്ചിട്ട് മനുഷ്യരെ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം വെളിച്ചം കിട്ടും. നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ അപ്പുറം
അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു 2 മാസങ്ങൾക്ക് മുൻപ് എന്നെ ഒരു അച്ഛൻ വിളിച്ചു. ഒരു വൈദികനാണ്, ഒരു പുരോഹിതനാണ്. അദ്ദേഹം എന്നെ വിളിച്ച സമയം ഞാൻ മറക്കത്തില്ല. ഞാൻ ആ സമയം ഓർക്കുന്നുണ്ട്. രാത്രി ഒരു 9 മണിക്കാണ് എന്നെ വിളിച്ചത്. ഞാനിത് പറയാൻ കാരണം, വെറുതെ ഒരു കാഷ്വൽ ടോക്കിന് എന്നെ വിളിച്ച ഒരു അച്ഛൻ, അദ്ദേഹം വിളിച്ച 9 മണി സമയം, ആ ഒരു ഫോണ് ഞാനൊരു 20 മിനിറ്റത്തെ സംസാരത്തിന് ശേഷം വെച്ചതിന് ശേഷം അതിന് മുൻപും അതിന് പിൻപും എന്നുള്ള രീതിയിൽ എൻ്റെ ജീവിതം രണ്ടായിപ്പോയി. എന്താ കാരണമെന്നറിയാമോ? അച്ഛൻ എന്നെ വിളിച്ചത്, അച്ഛൻ എന്നോടൊരു കാര്യം പറയാനാണ്. അതായത് എന്നോട് പറഞ്ഞു, അച്ഛാ, വായിലുള്ള തുപ്പലിന് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാം, നമ്മുടെ വായിലുള്ള ഉമിനീര്, സലൈവ, തുപ്പല്, ഇതിനെന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിച്ചു. ഇതിനൊക്കെ എന്ത് വില? ഞാൻ പറഞ്ഞു, അച്ഛാ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എനിക്ക് അച്ഛനെ വ്യക്തിപരമായിട്ട് അറിയാം. ഒരു 6-7 മാസങ്ങളിലധികമായിട്ട് ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നിട്ട് ചികിത്സ ചെയ്യുന്ന ഒരു അച്ഛനാണ്. എനിക്കറിയാം, തൊണ്ടയ്ക്കൊക്കെ അർബുദം വന്നാൽ ഈ അയോഡിൻ ടെസ്റ്റ് എന്ന് പറയുന്ന വളരെ ക്ലേശകരമായ ഒരു ചികിത്സാ രീതിയുണ്ട്. കീമോയെക്കാട്ടിലൊക്കെ വളരെ ഭയാനകമാണ്. ഈ നാക്കിൽ റേഡിയേഷൻ സൂചിയൊക്കെ വെക്കുന്നതിനേക്കാളും അപ്പുറത്തെ ഒരു ടെസ്റ്റാണ് ഈ അയോഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഉപ്പുവെള്ളമൊക്കെ കുടിപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്നൊരു ടെസ്റ്റാണ്. നിങ്ങൾക്കറിയാം, ഈ അച്ഛൻ ഈ അയോഡിൻ ടെസ്റ്റിൽ കൂടെ കടന്നു പോയതിന് ശേഷം എന്നേക്കുമായിട്ട് വായിലെ ഉമിനീര് മുഴുവൻ വറ്റിപ്പോയി. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ചികിത്സ കഴിയുമ്പോൾ അച്ഛന് വാ പിന്നെയും നനയുമല്ലോ, പിന്നെയും വന്നോളുമല്ലോ? ഇല്ല മോനെ എന്ന് പറഞ്ഞു. പോയതാണ്, നഷ്ടപ്പെട്ടതാണ്. ഒരു ആഹാരം കഴിക്കുമ്പം ഒരു ഉരുള ആഹാരം വായി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, ഇല്ല കടുത്ത ഇക്കിള് വീഴും. ഒരു പള്ളിയിൽ ഈ വൈദികൻ കുർബാന അർപ്പിക്കാൻ വേണ്ടി കയറി നിൽക്കുമ്പം നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ ക്രമത്തിൽ കാസായിൽ ഒഴിക്കേണ്ട വീഞ്ഞിനും വെള്ളത്തിനും ഒക്കെ ഒരു കൃത്യ അളവുണ്ട്. പക്ഷേ ആ ഒരു അളവിൽ താഴെ അച്ഛൻ ഉപയോഗിക്കാൻ പറ്റും. വീട്ടിലാണെങ്കിൽ മോൾ ഇങ്ങനെ അടുത്ത് ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകും, പപ്പ കഴിക്കുമ്പോൾ ചിരിച്ചിരി കുടിക്കാൻ, കാരണം പപ്പയുടെ അവസ്ഥ അറിയാം. പള്ളിയിലാണെങ്കിൽ വലിയ പ്രയാസമാണ്, കഴിക്കത്തില്ല. എന്നിട്ട് അവസാനം ഫോൺ വെക്കുന്നതിന് അച്ഛനോട് കാര്യം പറഞ്ഞു, അച്ഛാ, ഞാൻ പണ്ട് ബൈക്കിലൊക്കെ പോകുമ്പോൾ, ബൈക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ ചില വളവിലൊക്കെ എത്തുമ്പോൾ ഈ പട്ടി ചത്ത് കിടക്കുമ്പോഴൊക്കെ ഒരു ദുർഗന്ധമുണ്ട്. നിങ്ങൾക്കറിയാം, നാട്ടിലൊക്കെ നമ്മുടെ സ്വാഭാവിക കാര്യമാണ്. ഈ ഒരു ദുർഗന്ധം വല്ലാതെ മൂക്കിലേക്ക് അടിച്ച് കയറുമ്പോൾ ഞാൻ തുപ്പാറുണ്ടെന്ന് പറയും. വെറുതെ തുപ്പും. മനം പുരട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളിങ്ങനെ തുപ്പും. അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, അന്ന് തുപ്പിക്കളഞ്ഞ തുപ്പലിന്റെ വില പൊന്നും വിലയായിരുന്നു. അന്ന് തുപ്പിക്കളഞ്ഞ തുപ്പലിന്റെ വില പൊന്നും വിലയായിരുന്നു. നിങ്ങൾ ഈ പള്ളിക്കകത്ത് വന്ന് എന്തെല്ലാം ആവശ്യങ്ങളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ന്യായമാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കാൻ വന്നവരും പ്രയാസപ്പെടുന്നവരുമാണ് നല്ലൊരു ശതമാനവും. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈ പള്ളിയിൽ ഇരുന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് കയ്യിലോട്ടൊക്കെ ഒന്ന് നോക്കണം. 2 കൈ തന്നിട്ടുണ്ട്, കാണാൻ 2 കണ്ണ് കിട്ടിയിട്ടുണ്ട്, നല്ല മുടികളുണ്ട്, പല്ലുണ്ട്, വായി തുപ്പലുണ്ട്, ദഹന പ്രക്രിയ നടക്കുന്നുണ്ട്, വൃക്കകൾക്ക് 2 തൽക്കാലം കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് സന്തോഷിക്കാൻ കാരണങ്ങളല്ലേ സ്നേഹമുള്ളവരെ? അതും കൂടെ ചിന്തിക്കുമ്പം നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരും. മനുഷ്യരുടെ ദുഃഖങ്ങളെ പറ്റിയാണ് ഞാനീ പറയുന്നത്. ഈ രോഗം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ജീവിതശൈലി രോഗങ്ങളൊന്നും ചിന്തിക്കരുത്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ഭയാനക അവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യരുടെ ദുഃഖങ്ങൾ. ഒരു 1 മാസം മുമ്പ് ഞാനൊരു വീട്ടില് ഒരു ഭവന സന്ദർശനത്തിന് പോയി. നാട്ടിലാണ്. ഒരു കൊച്ചു വീടാണ്. എനിക്ക് ആ വീട് കൂദാശ ചെയ്യണമായിരുന്നു. ഞാൻ കൂദാശ ചെയ്തു. തേച്ചിട്ട് പോലും ഇല്ലാത്ത പരിതാപകരമായൊരു വീട്. ആ വീട്ടിലൊരു അമ്മയും ഒരു മരുമകളും പിന്നെ അവരുടെ 2 കൊച്ചുമക്കളൊക്കെ ഉള്ളു. കൂദാശയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഈ അമ്മച്ചി ഓടി വന്ന് കൈ പിടിച്ചിട്ട് എന്നോട് ഒരു പ്രാർത്ഥന ആവശ്യം പറഞ്ഞു, പ്രയർ റിക്വസ്റ്റ് പറഞ്ഞു. അച്ഛൻ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അമ്മച്ചി പറഞ്ഞു, എന്താ പ്രാർത്ഥന ആവശ്യം എന്നറിയാ? അച്ഛാ, എനിക്ക് രാത്രി നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ പരിശുദ്ധാത്മാവ് കൃപ തരണേ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, അമ്മച്ചി എന്താ ഉറങ്ങത്തില്ലേ? ഉറങ്ങത്തില്ല. ഞാൻ പറഞ്ഞു, ശരിയാണ്, പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരും. ഒരു 2 മണി കഴിയുമ്പോൾ അമ്മച്ചിക്ക് ഉറക്കം വരത്തില്ലയോ? ഇല്ല. 3 മണി കഴിയുമ്പോഴോ? 3 മണി കഴിയുമ്പോൾ ഒന്ന് മയങ്ങും, 3:30 പിന്നെ എഴുന്നേക്കും. അമ്മച്ചി പകൽ ഉറങ്ങുമോ? പകൽ ഉറക്കമില്ല, ജോലിയാണ്. ഉച്ചയ്ക്ക് ഉറങ്ങുമോ? ഉറങ്ങത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നറിയാമോ? 30 വർഷം മുമ്പ് ഇവരുടെ ഒരു മകൻ സൗദിയിൽ ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഷോക്കേറ്റ് മരിച്ചു. എത്ര വർഷം മുമ്പാണ്? 30 വർഷം മുമ്പ്. ഈ മോൻ്റെ ഒരു ചിത്രം അമ്മച്ചി ഇങ്ങനെ ഭിത്തിയെ കാണിച്ചെന്നെ, ഭിത്തി വെച്ചിട്ടുണ്ട്.
30 വർഷമായി. ഒരു മരണം കഴിഞ്ഞ് നമ്മൾ നോർമൽ ലൈഫിലോട്ട് പോകാൻ നമുക്ക് എന്താ വേണ്ടത്? മരണം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു കപ്പ് കട്ടൻ കാപ്പി, ഒരു പൊതി കഴിച്ചു കഴിഞ്ഞ് ചുരുട്ടി എറിയുമ്പം ആ മരണത്തിന്റെ സകല ഓർമ്മകളും ചുരുട്ടി എറിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നത്. അപ്പനും അമ്മയും ജീവനോടിരിക്കെ മക്കള് കടന്നു പോകുന്ന മാതാപിതാക്കളുടെ അവസ്ഥ. സെമിനാരിയിൽ ഈ ശവസംസ്കാരത്തിന്റെ ക്രമമൊക്കെ മൽപ്പാനച്ചന്മാർ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ പുരുഷന്റെ ശവസംസ്കാര ക്രമമുണ്ട്, സ്ത്രീയുടേതുണ്ട്, കുട്ടികളുടേതുണ്ട്. പുരുഷന്റെ ശവസംസ്കാര ക്രമത്തിലെ 4 ക്രമത്തിലെ പാട്ടുകൾ പഠിപ്പിച്ചു ഒരു സെമിസ്റ്ററിൽ. പിന്നെ സ്ത്രീയുടേത് പഠിപ്പിച്ചു, 4 ക്രമത്തിലെ പാട്ടുകൾ പഠിപ്പിച്ചു. കുട്ടികളുടെ ഒരു ക്രമമുണ്ട്. കുട്ടികളുടെ ക്രമം പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് മൽപ്പാനച്ചൻ പറഞ്ഞു, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഷമാശന്മാരാണ്, എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ, നിങ്ങളുടെ ആയുസ്സിൽ ഒരിക്കൽ പോലും ഈ പേജ് തുറക്കാൻ വരരുതേ എന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? കുട്ടികളുടെ സംസ്കാരക്രമം. ഒരു രാത്രി പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം അച്ഛാ, കണ്ണടയ്ക്കുമ്പം എൻ്റെ മോൻ്റെ മുഖമാണ് മനസ്സിൽ വരുന്നത്. എൻ്റെ പൊട്ട ബുദ്ധിയിൽ എനിക്ക് തോന്നി, അമ്മച്ചി 30 വർഷം ആയില്ലേ എന്നൊക്കെ ചോദിക്കാൻ വന്നപ്പോഴാ ചോദ്യം എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. കാരണം 30 അല്ല, മരണത്തോളം മരിച്ചു കടന്ന മുഖം മൂടേണ്ട മക്കൾ അവരിരിക്കെ പോകുമ്പം ഒരമ്മയോ അപ്പനോ അനുഭവിക്കുന്ന വേദന. സ്നേഹമുള്ളവരെ, മനുഷ്യൻ ഇത്രത്തോളം സങ്കീർണമാണ്. നമ്മൾ പറയുന്ന പോലെ അത്ര ഒരു മാത്തമാറ്റിക്സിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ഒന്നും അല്ല. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭാര്യയ്ക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടപ്പെട്ടവർ പറയും, അല്ലെ ഭർത്താവിന് കൗൺസിലിംഗ് കൊടുക്കുക. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ മുമ്പിൽ പോയി 1 മണിക്കൂർ ഇരുന്ന കുടുംബം അങ്ങ് നന്നാവുമെന്ന്? വെറുതെ. ഒരു മനുഷ്യനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അങ്ങനെ ആയതിന്റെ പിന്നിൽ എത്ര കഥകളാണ്, എത്ര അനുഭവങ്ങളാണ് സ്നേഹമുള്ളവരെ. ഒത്തിരി പഠിക്കാനുണ്ട് മനുഷ്യരെ പറ്റി. അങ്ങനെയാണെങ്കിൽ യേശു ശിഷ്യന്മാരോട് ഇവിടെ പറയുന്നത് എത്ര ഭയങ്കരമായ ഒരു ടാസ്ക്കാണ്, നിസ്സാരമല്ല. എനിക്ക് തോന്നുന്നു ശീമോൻ വിചാരിച്ചിട്ടുണ്ടോ ഇതിലും നല്ലത് മീൻ പിടിക്കുന്നതായിരുന്നു. പാതിരാത്രി 1 മണിക്കോ 2 മണിക്കോ പെട്രോൾ മാക്സും കത്തിച്ച് ബോട്ടയിൽ ഇങ്ങനെ വല വീശാൻ പോകുന്നത് എളുപ്പമായിരുന്നു. പല ജാതി മനുഷ്യരുടെ അടുക്ക ചെന്ന് അവരെ പിടിക്കാനാ പറയുന്നത്. നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. സോഗ്രിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. സോഗ്രിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പിടിക്കുക എന്ന, മീൻ പിടിക്കുക എന്ന് തന്നെ, മനുഷ്യരെ തൊടുക എന്നല്ല. ഇന്നയോളം എല്ലാ സംസ്കാരത്തിലും മനുഷ്യരെ തൊട്ടിട്ടുണ്ട് ഒരുപാട് പേര്. കാർൽ മാർക്സ് തൊട്ടിട്ടുണ്ട്, ഹിറ്റ്ലർ തൊട്ടിട്ടുണ്ട്, മാർക്സിസം ഉണ്ട്, കമ്മ്യൂണലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, ഫാസിസം ഉണ്ട്, നാസിസം ഉണ്ട്. എത്ര ഇസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. ഇതൊന്നും മനുഷ്യനെ പിടിച്ചിട്ടില്ല ഇന്നുവരെ. എല്ലാം തൊട്ട് തലോടി പോയിട്ടേ ഉള്ളൂ. മനുഷ്യരെ പിടിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ സ്നേഹമുള്ളവരെ, അതിൻ്റെ പേരാണ് സുവിശേഷം. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഒരു സുവിശേഷകനെ പറ്റി നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല, മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാൻ, ഒരു പ്രൊട്ടസ്റ്റന്റ് നേതാവാണ്, അദ്ദേഹത്തിന്റെ ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. വലിയ സ്റ്റേഡിയങ്ങളൊക്കെ ബുക്ക് ചെയ്താണ് അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ വരുന്നത്. ഒരു രാജ്യത്ത് ഒരു ദിവസം ഒരു സന്ധ്യയിൽ ഈ മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബൈബിള് കൈ പിടിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. ഇതിങ്ങനെ താഴെ വെക്കത്തില്ല, ഇതിങ്ങനെ പിടിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഞാനിതിങ്ങനെ പുൾപിറ്റിലൊക്കെ വെക്കുമ്പോഴും അദ്ദേഹം ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി ചെന്ന് സുവിശേഷകന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ ഇതെന്തിനാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പിടിച്ചു? ഒരു 2 മിനിറ്റെങ്കിലും ഇതൊന്ന് താഴെ വെക്കല്ലോ. എന്നിട്ട് ഈ മനുഷ്യൻ കൊടുത്തൊരു മറുപടി ഉണ്ട്. പറഞ്ഞു, സഹോദര, ഒരിക്കലും ഞാൻ ഇത് പിടിക്കുന്നതല്ല. എൻ്റെ 21ാമത്തെ വയസ്സിൽ ഈ പുസ്തകം എന്നെ പിടിച്ചാണ്. എന്നെ പിടിവിടുന്നില്ലെന്നേ. 21ാമത്തെ വയസ്സിൽ ഈ സുവിശേഷം എന്ന് പറയുന്ന ഈ പുസ്തകം എന്നെ പിടിച്ച ഒരു പിടിയുണ്ട്, എന്നും വിട്ടിട്ടില്ല. അതിന് നമ്മൾ പറയുന്ന വാക്കാണ് എന്ത്? മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ ചുമ്മാ ഈ തമാശയ്ക്ക് ആണ്ടുകുംഭസാരം എന്നൊക്കെ പറഞ്ഞ് പുതിയോഗത്തിൽ കയറാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായത്തിന് പറയുന്നതല്ല അനുതാപം. അനുതപിക്കുന്ന സമയം നിങ്ങൾ സുവിശേഷം സ്വീകരിക്കുമ്പം ഒരു പിടുത്തം വീഴും ജീവിതത്തിൽ. അതിന് പിന്നെ മാറ്റമില്ല. അത് ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നെങ്കിൽ നാളത്തെ ഏവെങ്കേലിയോനൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞ് 11 ശേഷം ശിഷ്യന്മാരുടെ കൂടെ ചേർന്ന് പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉറക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾ വീഞ്ഞു കുടിച്ചിട്ടില്ല, പകൽ 11 മണി സമയമല്ലേ ആയിട്ടുള്ളൂ, യോവേൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ. ഇതൊക്കെ ഒരു 6 or 7 മിനിറ്റോ പറഞ്ഞതിന് ശേഷം
അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ഒരു 3000 മനുഷ്യര് യേശുവിലേക്ക് വന്നു. നിസ്സാരമല്ല, 3000 മനുഷ്യർ യേശുവിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. എന്തൊരു വലിയൊരു പിടുത്തമാണ്. ആദ്യത്തെ വലയെറിയലിൽ തന്നെ പത്രോസിന്റെ വല നിറഞ്ഞു. പരിശുദ്ധനായ ഗീവർഗീസ് സഹദയെ പറ്റിയൊക്കെയുള്ള ലെജൻഡറി സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം സഹദ കുതിരപ്പുറത്തേറി ഒരു ദുഷ്ടമൃഗത്തെ കുന്തം കൊണ്ട് കൊല്ലുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഗ്രാമത്തിൽ തന്നെ 7000 പേരേക്ക് സഹദ സ്നാനം കൊടുത്തു എന്നൊക്കെ ഒരു ചരിത്ര കഥയുണ്ട്. സാധു കൊച്ചുകുഞ്ഞുപദേശിയെ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് നാട്ടില് എടയാറന്മുള ഭാഗത്തൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തെ അറിയാം. കൊച്ചുകുഞ്ഞുപദേശിക്കൊരു പ്രത്യേകതയുണ്ട്. ഉപദേശി എവിടെ പ്രസംഗത്തിന് ചെന്നാലും 1 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ് വേദോസ്തവം എടുത്ത് തിരിച്ച് സഞ്ചി വെച്ച് വീട്ടിലോട്ട് പോകുമ്പം ഒരു 4 ചെറുപ്പക്കാർ വന്ന് കയ്യെ പിടിക്കും. ഉപദേശി, ഞങ്ങളെ കൂടെ കൊണ്ടുപോകണേ, ഞങ്ങൾക്കും യേശുവിന് വേണ്ടി ജീവിക്കണം. നമ്മുടെയൊക്കെ പ്രസംഗങ്ങൾ ഇങ്ങനെ തലേ തട്ടി പോകുമ്പം ഇവരുടെയൊക്കെ വചനപ്രഘോഷണം എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യരെ പിടിക്കാൻ കാരണം? നമ്മളെ പിടിക്കുന്ന എന്തോ ഇതിലുണ്ട് സ്നേഹമുള്ളവരെ. അതെന്താണെന്നും കൂടി നോക്കിയിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിൽ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം കുറെ ആട്ടിടയന്മാരിങ്ങനെ രാത്രിയിൽ ഒരു മഞ്ഞത്ത് തണുപ്പൊക്കെ കൊണ്ടിങ്ങനെ ഉറക്കം പിടിച്ചിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആട്ടിടയന്മാരുടെ അടുക്കൽ മാലാഖ വന്നിട്ട് പറയുന്ന എന്താണ്? സകല ജനത്തിനും ഉണ്ടാകാൻ പോകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആ വാക്കെന്താണ്? മഹാസന്തോഷം. കാരൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് കേട്ടോ. കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ കവിഞ്ഞൊഴുകുകയാണ്. ഒരു മനുഷ്യർക്ക് അത് അടിച്ചോണ്ട് ഇങ്ങനെ മോട്ടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്ത്? നസറായനായ യേശു രാജാക്കന്മാരുടെ രാജാവെന്ന് നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു. യേശു ജനിച്ചതിലൊക്കെ ഇത്രയ്ക്ക് സന്തോഷിക്കാനുണ്ടോ സ്നേഹമുള്ളവരെ? ഇത്രയ്ക്ക് സന്തോഷിക്കാനുണ്ടോ? ക്രിസ്തുമസിന്റെ കാലത്ത് നമ്മളിങ്ങനെ അലങ്കരിക്കാറുണ്ടല്ലോ, എല്ലാ ഭാഗങ്ങളും, നമ്മുടെ നാട് നഗരം എല്ലാം അലങ്കരിക്കുന്നുണ്ടല്ലോ. യൂറോപ്യൻ നഗരങ്ങളിലൊക്കെ ക്രിസ്തുമസിന് പിൽക്കാലത്ത് വന്നൊരു ഷോർട്ട് ഫോം ആണല്ലേ എക്സ്മസ് എന്നുള്ളത്, ഇല്ലേ? നമ്മളും അറിയാൻ മേലാത്തതുകൊണ്ട് സ്റ്റാറിലൊക്കെ അത് പ്രിന്റ് ചെയ്ത് വെക്കാറുണ്ട്. തെറ്റാണ് കേട്ടോ. കാരണം യൂറോപ്യൻസിന്റെ നല്ലൊരു ഭാഗം ആൾക്കാർക്ക് യേശുവിനെ വേണ്ട, പക്ഷെ സെലിബ്രേഷൻ വേണം. യേശു എന്നുള്ള ക്രൈസ്റ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് എന്തോ സംതിങ് ഒരു ഹൈപ്പോത്തസിസ് പോലെ അവർ ചേർത്താണ് എക്സ്മസ് എന്ന് പറയുന്നത്. കാലം കഴിയുന്തോറും ആഘോഷം കൂടുന്നുണ്ട്, പക്ഷെ യേശു വന്നതിൽ ഇത്ര സന്തോഷിക്കാനുണ്ട്. ഈ കാരൻ എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് ചേർത്താണ് പറയുന്നത്, മഹാസന്തോഷം. എന്താണ് ഈ സന്തോഷം സ്നേഹമുള്ളവരെ? ഈ സന്തോഷത്തിലാണ് സകല മനുഷ്യർ ഇന്നും ഈ പള്ളിക്കകത്ത് കൊതിയോടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ സന്തോഷം എന്നറിയാമോ? യേശു നമുക്ക് വേണ്ടി മനുഷ്യനായതുകൊണ്ട് ഈ മനുഷ്യനായ ദൈവത്തിന് മനുഷ്യരായ നമ്മളെ മനസ്സിലാവും. മനുഷ്യനായ ദൈവത്തിന് മനുഷ്യരായ നമ്മളെ മനസ്സിലാവും. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരു സങ്കടം വേറെ ഉണ്ടോ? നിങ്ങൾ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുന്നു, നിങ്ങൾ അറബിയുടെ ചീത്ത കേട്ടതും, നിങ്ങൾ അലഞ്ഞ് നടന്നതും, നിങ്ങൾ ചൂടത്ത് നടന്നതും, നിങ്ങൾ നാട്ടിലേക്ക് വിളിക്കാൻ പറ്റാതിരുന്നതും ഒക്കെ നിങ്ങളുടെ ഭാര്യയോട് പറയുമ്പോൾ രാവിലെ തൊട്ട് വീട്ടിൽ ഇരിക്കുന്ന ഇവർക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്തൊരു പരിതാപകര അവസ്ഥയാണ്. ഒരു സങ്കടം പറഞ്ഞാലും ഒരു സന്തോഷം പറഞ്ഞാലും നിങ്ങൾ പറയുന്ന അതേ തീവ്രതയിൽ കേൾക്കുന്നവന് മനസ്സിലാകുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് ശ്ലീഹ എബ്രായ ലേഖനം 2-ലും 5-ലും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ പാപങ്ങളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനാണ് നമുക്കുള്ളത്. ഇതാണ് സന്തോഷം. യേശു തരുന്ന സന്തോഷം, മനുഷ്യരെ പിടിക്കുന്ന സന്തോഷം, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. കണ്ണുനീരൊഴുക്കിയ ഒരു ദൈവം, വിശന്നിരുന്നൊരു ദൈവം, രോഗ്യം അസ്വസ്ഥതകൾ അനുഭവിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തൊരു ദൈവം, അപ്പൻ മരണപ്പെട്ട് വിധവയായ അമ്മയുടെ കൂടെ ഒറ്റയ്ക്ക് കഴിയേണ്ട വരുന്ന മനുഷ്യന്റെ വേദനകൾ അറിയാൻ പറ്റുന്ന ഒരു ദൈവം, എല്ലാം അറിഞ്ഞ ഒരാളാണ് യേശു. കർത്താവിന്റെ സഹനത്തെ നിങ്ങൾ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണരുത് കേട്ടോ. നമ്മളൊക്കെ കാണുന്ന ക്രൂശിത ചിത്രമുണ്ടല്ലോ, ക്രൂസിഫൈഡ് രൂപങ്ങളുണ്ടല്ലോ, ചിത്രങ്ങൾ, നമ്മളതിൽ കാണുന്നത് യേശു ഇങ്ങനെ മുറിവേറ്റ് കിടക്കുമ്പോൾ അരയിൽ ഇങ്ങനെ ഒരു തുണി ചുറ്റിയിരിക്കും നമ്മൾ കാണും, ഇല്ലേ? അക്ഷരാർത്ഥത്തിൽ 16-ാം നൂറ്റാണ്ടിന് ശേഷം വന്ന യൂറോപ്യൻ പെയിന്റേഴ്സ് കൊടുത്ത ഒരു തുണിയാണത്. നഗ്നനായിട്ടാണ് യേശുവിനെ തറച്ചത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് കറക്റ്റ് സെൻസിൽ തന്നെ നിങ്ങൾ എടുക്കണം. കഷ്ടാനുവാഴ്ചയൊക്കെ പള്ളി
നമസ്കാരത്തിന് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, പൂർണ്ണ നഗ്നനായിട്ടാണ്. അർദ്ധനഗ്നൻ എന്നൊരു വാക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു കഷ്ടാനുഭാഷ ക്രമത്തിൽ കിടപ്പുണ്ടോ? ഹാഫ് നേക്കഡ് എന്ന് പറയുന്നില്ല, ഫുൾ നേക്കഡാണ്. 33 വയസ്സുള്ള ഒരു ഒത്ത പുരുഷനെയാണ് ഇങ്ങനെ പൂർണ്ണ നഗ്നനായി അമ്മയുടെ കൂട്ടുകാരികളുടെയും സഹോദരികളുടെയും സകല മനുഷ്യരുടെയും മുമ്പിൽ ഇങ്ങനെ അടിച്ച് മുറിവേൽപ്പിച്ച് മരത്തിൽ തൂക്കിയിരിക്കുന്നത്. യേശു അനുഭവിച്ച സങ്കടം എന്തൊരു സങ്കടങ്ങളാണ് സ്നേഹമുള്ളവരെ. ആ യേശുവിനെ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമോ? അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കിൻസുഗി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ആർട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കിൻസുഗി? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ വാക്ക്? കിൻസുഗി, അതായത് നിങ്ങൾ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഒരു ജാപ്പനീസ് ആർട്ടാണ്. അതായത് ജപ്പാൻകാരുടെ ഒരു കലാരൂപമാണ്. അവരുടെ വീട്ടിലൊരു ചായ കുടിക്കുന്ന ഒരു കപ്പോ പൂക്കൾ വെക്കുന്ന ഒരു ഫ്ലവർ വേസോ എന്തെങ്കിലും ഒരു പാത്രങ്ങളോ നിലത്ത് വീണ് പൊട്ടിയ ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? തൂത്തുവാരി എടുത്ത് കളയും. അതെത്ര വിലയുള്ളൊരു കപ്പോ അലങ്കാരങ്ങളുള്ളൊരു പാത്രങ്ങളാണെങ്കിലും ഇത് താഴെ വീണ് പൊട്ടിയാൽ പിന്നെ നമ്മളെടുത്ത് കളയും. ജപ്പാൻകാർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിയതിൻ്റെ ചീള് കഷ്ണങ്ങളെല്ലാം എടുത്ത് ഏറ്റവും വിലപ്പെട്ട സ്വർണം ഉരുക്കി പശയാക്കി ചേർത്ത് ഈ പൊട്ടിയതിനെ ഇങ്ങനെ ചേർത്ത് പഴയതിലും വിലപ്പെട്ടതാക്കി മാറ്റും. അതാണ് ഈ കിൻസുഗി എന്ന് പറയുന്നത്. നമ്മൾ തൂത്തുവാരി കളയുന്ന ഈ ചീള് അവരെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് സ്വർണം ചേർത്ത് 10 രൂപയ്ക്ക് മേടിച്ച കപ്പാണെങ്കിൽ 50,000 രൂപയുടെ മൂല്യം ഈ തകർന്ന കപ്പിന് കൊടുക്കും. ഈ സന്ധ്യയ്ക്ക് നിങ്ങളെല്ലാം മറന്നാലും നിങ്ങൾ ഈ കിൻസുഗി ആർട്ടിനെ പറ്റി ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന നല്ലതാണ്. യേശു നമുക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ യേശു ഒരു കിൻസുഗി ഇവിടെ ചെയ്തിട്ടുണ്ട്. തകർന്നുപോയ നമ്മുടെ ജീവിതങ്ങളെ, തകർന്നുപോയ മനുഷ്യവംശത്തെ വിലമതിക്കാനാകാത്ത സ്വന്തം രക്തം കൊണ്ട് ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് ഏറ്റവും വിലപ്പെട്ടതാക്കി നമ്മളെ മാറ്റി. നിസ്സാരമല്ല, അതൊരിക്കലും നിസ്സാരമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ, സമയം ദൈർഘ്യമായിട്ട് പോകുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് ആരിലേക്ക് വരുന്നു? മനുഷ്യരിലേക്ക് വരുന്നു. എങ്ങനെയുള്ള മനുഷ്യരിലാണ്? നമുക്ക് ഇന്നും നിശ്ചയമില്ല. LGBTQവിൻ്റെ അവസാനം കിടക്കുന്ന പ്ലസ് ഒന്ന് ഓർത്താൽ നല്ലതാണ്. ഇനിയും വരാനുണ്ട് മനുഷ്യർ. പല പല ഡിഫക്റ്റുകളോടെ, പ്രയാസത്തോടെ, കുറവോടെ മനുഷ്യർ വരുന്നു. എല്ലാ മനുഷ്യൻ്റെ അകത്ത് ഒരു ഈശ്വര ചൈതന്യമുണ്ട്. ഈശ്വര ചൈതന്യം കൂടാതെ മനസ്സിൽ വികലതകളോടെ ഭാരം അനുഭവിക്കുന്ന മനുഷ്യരാണ്. ഇവരെ എങ്ങനെയാണ് പിടിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ആ വാക്ക് തെറ്റിദ്ധരിക്കരുത്. പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. ശിഷ്യന്മാർ ചെയ്തത് അതാണ്. യേശുക്രിസ്തുവാകുന്ന സന്തോഷം, സ്വന്തം രക്തം കൊണ്ട് തകർന്ന ജീവിതത്തെ കൂട്ടി യോജിപ്പിച്ച് ആ സന്തോഷത്തെ ശ്ലീഹന്മാർ എന്ത് ചെയ്തു? ഈ മനുഷ്യർക്ക് കൊടുത്തു. എല്ലാവരും പരിശുദ്ധാത്മാവിലേക്ക് വന്നു. ആയതിന് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒന്നും അസാധ്യമല്ല. അമ്മ പക്ഷി എന്നൊരു വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അമ്മ പക്ഷിയാണ്. ഇങ്ങനെ ചിറകിൻ്റെ കീഴെ നമ്മളെ ഒളിപ്പിക്കുന്ന ആത്മാവ് നമ്മുടെ മീതെ ആവസിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.